ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണിനെ ആശയോടുകൂടെ നോക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെ ലൈൻ അടിച്ച് ലവ് അടിച്ച് അവളെ ഇസ്ലാമിൽ കൊണ്ടരില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാത്രം മാത്തായ പോരാ, മാർഗം കൂടി മാത്താവണം, 100% പെർഫെക്റ്റ് ആവണം. ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടുണ്ടോ? ഇല്ല. തൊടാൻ പാടുണ്ടോ? ഇല്ല. ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഒന്നിച്ചിരുന്ന് സല്ലപിക്കാൻ പാടുണ്ടോ? പിന്നെ എങ്ങനെ ലവ് ജിഹാദ്? പിന്നെ എങ്ങനെയാണ് ഈ ലവ് ജിഹാദ്? ഇസ്ലാമിൽ ലവ് ഒക്കെ ഉണ്ട്, അത് വിവാഹാനന്തരാണ്. അതിന്റെ മുന്നുള്ള ഈ തോണ്ടിക്കളിയൊന്നും ഇസ്ലാമിലില്ല. പിന്നെ എങ്ങനെ ലവ് ജിഹാദ്? ഹബീബായ നബി തങ്ങളുടെ കാലം മുതൽ ഇതുവരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഈ പ്രണയം നടിച്ചിട്ട് ഇസ്ലാമിൽ ആളെ കൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും പൂർവികർ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഔദ്യോഗിക സംഘടന 100 ചെറുപ്പക്കാരെ വിളിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ഏതെങ്കിലും പെണ്ണുങ്ങളെ ലവ് അടിച്ചാണ്ട് കൊണ്ടുവരിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആളെ കൂട്ടേണ്ട ആവശ്യം എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിൽ? സത്യം വ്യക്തമാണ്. ലഹറൽ ഹഖ് വസഹഖൽ ബാത്തിൽ, അസത്യം തകരുക തന്നെ ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, നാവ് കൊണ്ടും പേന കൊണ്ടും ലഭ്യമാകുന്ന എല്ലാ സാധ്യതകൾ കൊണ്ടും ഈ വിശുദ്ധമായ പ്രകാശം ഊതിക്കെടുത്താൻ അവർ വിചാരിക്കുന്നു. വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറ, ഈ പ്രകാശം പൂർത്തിയാവാതെ റബ്ബ് തആല സമ്മതിക്കൂല എന്ന് ഖുർആന്റെ വാക്കാണ്. ഇത് പൂർത്തിയാവാതെ റബ്ബ് സമ്മതിക്കൂല. പിന്നെ എന്തിനാ ലവ് അടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്? എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ ഒന്നിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു രീതി, ലക്ഷ്യം മാത്രം മനസ്സിൽ മുന്നിൽ വെച്ച് മാർഗം എങ്ങനെ വൃത്തികെട്ടാലും അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല. അങ്ങനെ ലവ് ജിഹാദ് പറഞ്ഞ പരിപാടി മുസ്ലിമായ ഒരു മനുഷ്യൻ നടത്താനേ പറ്റില്ല. അവൻ നടത്തി തുടങ്ങുമ്പോൾ മുതൽ ഹറാമിലാണവൻ. അങ്ങനെ ഒരു പെൺകുട്ടിനെ ആൺകുട്ടിനെ ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. ആരും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത്.